ഹലോ ഫ്രണ്ട്സ്, കുഞ്ചൂസ് ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെഡ്ഡിങ്ങിന് സ്വന്തം ഡ്രസ്സിൽ സ്വന്തമായിട്ട് പലർക്കും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു മീൻസ് സ്റ്റിച്ചിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ക്രിസ്ത്യൻ ബ്രൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിൽ ചെയ്യാം. അപ്പോൾ വെയിൽ ചിലപ്പോൾ റെഡിമെയ്ഡ് ആയിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക, ഗൗൺ വാങ്ങിക്കുമ്പോൾ. അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെയിലിൻ്റെ എഡ്ജിൽ നമുക്കിങ്ങനെ കപ്പിൾസിൻ്റെ നെയിം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 2 ലെറ്റേഴ്സ് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ നമുക്ക് ഏതെങ്കിലും ഷേപ്പുകൾ, ഹാർട്ട് ഷേപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് വൈറ്റ് പേളും പിന്നെ ഫാബ്രിക് ഗ്ലൂ മാത്രമാണ് ഞാൻ ഈ ഒരു വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ നമ്മളൊരു ബേസിൽ ഇടുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ നെറ്റ് ആയതുകൊണ്ട് തന്നെ താഴെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അടിയിലൊന്ന് മാസ്കിംഗ് ടേപ്പ് വെച്ചൊന്ന് ഉറപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. എയറിൽ ഒന്നെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ചെയറിലുമ്മ വെയിറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ലെങ്തി സെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് പിൻ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വെക്കാച്ചെങ്കിൽ അതിൻ്റെ മേലെ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് എഴുതറിയണമെന്ന് മാത്രം. ഇത് നമുക്ക് ബേസിക്കായിട്ട് അങ്ങനത്തെ ഒന്നും അറിയാത്തവർ കൂടി ആയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. നമ്മളിപ്പോൾ ഹാർട്ട് ഷേപ്പ് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ടൊരു ഐഡിയ ആണ് എടുത്തത്. ഒരു പേപ്പർ വെച്ചിട്ട് രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് ഒരു ഹാഫ് ഹാർട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിൽ ഈക്വലായി. പിന്നെ പേരെഴുതുമ്പോൾ നമ്മളെ ഇഷ്ടമുള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാം. നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതണമെങ്കിൽ എഴുതാം. അങ്ങനെയൊക്കെ മീൻസ് സ്വന്തമായിട്ട് ചെയ്യണം അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. ഞാനിപ്പോൾ ഇവിടെ ബ്രൈഡലിൻ്റെ വൈറ്റ് ഗൗണിൻ്റെ വെയിലാണ് ചെയ്തത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിസപ്ഷനിലായാലും റിസപ്ഷൻ്റെ വെയിൽ, അതിൻ്റെ വെയിലിൽ നമുക്ക് എഴുതാം. ഇപ്പോൾ റിസപ്ഷനൊക്കെ ലെഹങ്കയ്ക്ക് ലെങ്തി വെയിൽ, താഴെ മുട്ടുന്ന വെയിലാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള വെയിലൊക്കെ നല്ല സിമ്പിളായിട്ട് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ തന്നെ സ്കേർട്ടിലായാലും ഈ ഒരു വർക്ക് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ സാരീസൊക്കെ ചെയ്യുമ്പോൾ സാരിയുടെ പല്ലൂലും ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനത്തെ ഇപ്പോൾ നെറ്റിൻ്റെ ഡ്രസ്സ് തന്നെ ആവണമെന്നില്ല, നല്ല ഷിഫോൺ ടൈപ്പ് ആയാലും ജോർജറ്റ് ആയാലും ഏത് തരം ഫാബ്രിക്കിലും ഇങ്ങനത്തെ ഒരു വർക്ക് നല്ല ഭംഗി കൊടുക്കുന്നതാണ്. നമ്മൾ പേരെഴുതുമ്പോൾ ഇപ്പോൾ അടിയിൽ നമുക്കിപ്പോൾ ടിഷ്യൂ വെച്ച കാരണം നമുക്ക് താഴത്തെ ഭാഗത്തേക്ക് അധികം ഒട്ടില്ല. പിന്നെ താഴത്തെ ഫ്ലോറും ഡാമേജ് ആവില്ല. നമുക്കിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ ബ്ലാക്ക് മാർക്കർ പെൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എഴുതിയത്. നമുക്കിത് ഏതെങ്കിലും ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് എഴുതാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന കാരണം കാണാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ഷെയ്ഡിൽ കാണിച്ചത്. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ഓരോ ബീഡ്സും ഒട്ടിച്ചത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കനം കൂടിയ ബീഡ്സ് സിംഗിൾ ലെയർ ഒട്ടിച്ച് കൊടുത്താലും ഭംഗിയുണ്ടാവും. നമുക്കിനി വേണമെന്നുവെച്ചെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു വൈറ്റ് പിന്നെ റോസ് അങ്ങനെ ഷെയ്ഡിങ്ങിലും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബീഡ്സിൻ്റെ പകരം സ്റ്റോൺ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ഒട്ടിക്കാം. അതായത് നമ്മൾ ഏത് കോസ്റ്റ്യൂമാണോ ഇപ്പോൾ ലെഹങ്കയ്ക്ക് കാണിച്ച് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇടയിൽ ഒരു സ്റ്റോൺ കൂടിയും കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഈ ഷോൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. താഴത്തുനിന്ന് ഒട്ടിയുണ്ടെങ്കിൽ ഒന്ന് പതിയെ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മാർക്ക് ചെയ്യുമ്പോൾ ഡാർക്ക് കളർ ഉപയോഗിക്കാണ്ട് ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇൻ കേസ് നമ്മൾ ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ച് വൈറ്റ് ഏത് കളറാണോ ബീഡ്സ് സ്റ്റോൺ ഒട്ടിച്ച് അതിൻ്റെ ബാക്കിലത്തെ കളർ ഏതാണ് അതേ സെയിം ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ച് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ വരച്ച കളറ് മുന്നോട്ട് എടുത്ത് കാണിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും ലൈക്ക് കൊടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ വെഡ്ഡിങ് ആയാലും ഈവൻ കസിൻസിൻ്റെ വെഡ്ഡിങ്ങിലൊക്കെ ആയാലും ഇങ്ങനത്തെ ഒരു ഐഡിയ അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഷോളിലായാലും നമ്മൾ നോർമൽ ഷോളിലായാലും നമുക്ക് ചെയ്യാവുന്നതാണ്. ടവലിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കുഷ്യൻസൊക്കെ ചെയ്യില്ല, കുഷ്യൻസൊക്കെ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യാൻ നല്ല രസമുണ്ടാവും. നമുക്ക് ബാഗ് ചെയ്യുമ്പോൾ ബാഗിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഗിഫ്റ്റ് ഓപ്ഷനിലൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്.
ഇങ്ങനെ കുറേ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. See you at another video. Bye.